Welcome, my dear friends. How are you? Let's get familiar with the story In the Attic by Władysław Szpilman today. The unit Trials and Triumphs presents stories of people who went through difficult struggles but showed courage and strength. ട്രയൽസ് ആൻഡ് ട്രയംസ് എന്ന യൂണിറ്റിലൂടെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നവരെ കുറിച്ചും അത് അതിജീവിച്ചവരെ കുറിച്ചുമുള്ള കഥകളാണ് അവതരിപ്പിക്കുന്നത്. The first lesson, An Old Man with Enormous Wings, we read a symbolic story that made us reflect on how society treats those who are different. യൂണിറ്റിലെ ആദ്യ പാഠമായ An Old Man with ഇനോമസ് വിങ്സ് എന്നതിലൂടെ വ്യത്യസ്തരായവരെ സമൂഹം എങ്ങനെ സമീപിക്കുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മെ കാണിച്ചു തന്നത്. The second lesson, In the Attic, is a real life story based on the experiences of Władysław Szpilman, a Polish Jew and a pianist. യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായ ഇൻ ദ ആറ്റിക് എന്നത് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള കഥയാണ്. പോളിഷ് ജൂയിഷ് പിയാനിസ്റ്റായ വാഡിസ്വാവ് ഷിപ്പിൽമാൻ എന്നയാളുടെ അനുഭവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. This story is set during the time of the Second World War when Jews were cruelly persecuted by the Nazis. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടമാണ് ഈ കഥയുടെ പശ്ചാത്തലം. ജൂതരെ നാസികൾ അടിച്ചമർത്തിയ കാലം. Szpilman went through great suffering and fear, hiding in an attic to survive. ഷെപ്പിൽമാന് ജീവൻ രക്ഷിക്കാൻ ഒരു ആറ്റിക്കിൽ ഒളിച്ചു കിടക്കേണ്ടി വന്നു. ഒരുപാട് വലിയ ദുരിതങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടതായി വന്നു. This lesson shows us the mental and physical trials he faced, and also the unexpected act of kindness that gave him hope. ഈ പാഠം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന അതികഠിനമായ ശാരീരികവും മാനസികവുമായ ദുരിതങ്ങളെ കുറിച്ചും അതിനിടയിൽ അപ്രതീക്ഷിതമായി ലഭിച്ച ദയയെക്കുറിച്ചും സൂചിപ്പിക്കുന്നു. Through this story, we understand how human strength, talent and hope can help a person survive even in the darkest times. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് പ്രതീക്ഷയും കഴിവും ധൈര്യവും ഉണ്ടായാൽ ഏറ്റവും ഇരുണ്ട സമയങ്ങളിലും നമ്മൾക്ക് അതിജീവിക്കാൻ കഴിയുമെന്നാണ്. In the Attic reminds us that in the middle of fear and cruelty, even a small act of humanity can be a triumph. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രൂരതയ്ക്കിടയിലും അല്പം ദയ കാണിക്കപ്പെടുമ്പോൾ അതും ഒരു വിജയമായി മാറും എന്നാണ്. പാഠത്തിന്റെ തുടക്കത്തിൽ ദ സ്ക്രീം എന്ന പേരിൽ ഒരു പെയിന്റിംഗ് കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്? ദിസ് പെയിന്റിംഗ് വാസ് ഡ്രോൺ ബൈ എഡ്വേർഡ് മൂങ്ക്. ഈ പെയിന്റിംഗ് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറയാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ പെയിന്റിംഗിന്റെ അടിയിൽ കുറച്ച് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഇവിടെ ഒരു പാലവും അതിൽ ഒരാൾ നിൽക്കുന്നതുമായിട്ട് കാണുന്നുണ്ട്. അയാളുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭയവും ആശങ്കയും ഒക്കെ നിറഞ്ഞ ഒരു മുഖഭാവത്തിലാണ് ഇയാൾ നിൽക്കുന്നത്. Here you can see a figure standing on a bridge, holding its face in terror or anxiety. The background is wavy and distorted, giving a sense of chaos. ഈ ചിത്രത്തിന്റെ പശ്ചാത്തലം ശ്രദ്ധിച്ചു നോക്കൂ. എങ്ങനെയാണ് കാണപ്പെടുന്നത്? തരംഗങ്ങൾ പോലെ അല്ലെങ്കിൽ അലകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു കുഴപ്പമുള്ള രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ ആണ് ചിത്രീകരിച്ചിട്ടുള്ളത്. What do you feel when you look at this painting? It might evoke feelings of fear, anxiety, loneliness or confusion. The swirling sky and twisted background add to the emotional intensity. ഈ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്കൊരു ഭയം അല്ലെങ്കിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു അവസ്ഥയാണ് തോന്നിക്കുന്നത്. ഭ്രമണം ചെയ്യുന്ന അല്ലെങ്കിൽ കറങ്ങുന്ന ആകാശവും വളഞ്ഞ രീതിയിലുള്ള പശ്ചാത്തലവുമൊക്കെ ഇത്തരത്തിലുള്ള വികാരത്തിന്റെ ആക്കം കൂട്ടുന്നു. Is the scream caused by fear, anxiety or despair? What do you think? This may represent intense emotional turmoil, perhaps anxiety or existential dread. ഇത് അർത്ഥമാക്കുന്നത് തീവ്രമായിട്ടുള്ള ഭയചകിതമായ അല്ലെങ്കിൽ ആശങ്കാഭരിതമായ ഒരു മാനസികാവസ്ഥയെയാണ്. If the subject of the painting were to speak, what would he or she say?
ഈ പെയിന്റിങ്ങിന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എന്തു പറയുമായിരുന്നു എന്നാണ് നിങ്ങൾ ഊഹിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. It may say, I feel like the world is closing in on me. It expresses a feeling of being overwhelmed, trapped or suffocated, usually due to stress, anxiety or fear. ഇത് സമ്മർദ്ദം, ആശങ്ക അല്ലെങ്കിൽ ഭയം മൂലമുണ്ടാകുന്ന ശ്വാസം മുട്ടുന്ന തരത്തിലുള്ള ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നായിരിക്കും ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യൻ പറയുക, അല്ലേ? Now let's move on to let's read and reflect. Every human being deserves to be free and to live with dignity. These are universal human rights. But in the world we live in, millions of people are denied these basic rights. What does this mean? All the people have the right to live freely and with respect. ഏതൊരു മനുഷ്യനും സ്വതന്ത്രനായി അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. Even though these are basic rights for everyone, many people in the world are still not given these rights. ഇത് മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളാണ്. എങ്കിലും ഇന്ന് ലോകത്ത് പല സ്ഥലത്തും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. Władysław Szpilman, a pianist and composer, was a Polish Jew. Władysław Szpilman പോളണ്ടിലെ ഒരു ജൂതനായിരുന്നു. He was forced to live in the ghetto, a dismal place meant for Jews alone during the Second World War. During World War II, Szpilman was forced to live in a miserable area made only for Jews. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജൂതന്മാർക്ക് മാത്രം വേണ്ടി തയ്യാറാക്കിയ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശമായ ഗെറ്റോയിൽ താമസിക്കാൻ ഷെപ്പിൽമാൻ നിർബന്ധിതനായി. Most of the Jews were then sent to concentration camps where they were tortured, and then to gas chambers where they were killed en masse. Many Jews were taken to concentration camps, tortured and then killed in gas chambers in large numbers. ജൂതന്മാരെ കൂട്ടത്തോടെ കൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും പിന്നീട് കൂട്ടക്കൊല നടത്തുവാൻ വേണ്ടി ഗ്യാസ് ചേംബേഴ്സിലേക്കും കൊണ്ടുപോയി. ഇവിടെ en masse എന്ന് ഉദ്ദേശിക്കുന്നത് as a group അല്ലെങ്കിൽ കൂട്ടത്തോടെ എന്ന അർത്ഥത്തിലാണ്. ഇവിടെ കൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതരെ കൂട്ടത്തോടെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി പാർപ്പിച്ചിരുന്ന ഇടങ്ങളാണ്. അവിടെ അവർക്ക് ഭക്ഷണമോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ കഠിനമായി പീഡിപ്പിക്കുകയും അന്യായമായി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. വിഷവാതകം നിറച്ച മുറികളെയാണ് ഗ്യാസ് ചേംബേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആളുകൾ കൂട്ടത്തോടെ ശ്വാസം മുട്ടി മരിച്ചിരുന്നു. ഷെപ്പിൽമാനെ പോലെയുള്ള ജൂത സംഗീതജ്ഞനെ പോലെയുള്ളവർക്ക് ഈ ക്യാമ്പുകൾ മരണഭയം വിതച്ചിരുന്ന ദുരിതഭൂമിയായിരുന്നു. Now let's read the story of Szpilman's desperate struggles to stay alive during the war. ഇനി നമുക്ക് യുദ്ധകാലത്ത് ഷെപ്പിൽമാൻ തന്റെ ജീവൻ രക്ഷിക്കാൻ നടത്തിയ അത്യധികം കഠിനമായ ശ്രമങ്ങളെ കുറിച്ചുള്ള കഥ നമുക്ക് വായിക്കാം. In the Attic by Władysław Szpilman. Attic means floor consisting of open space at the top of a house just below roof, often used for storage. Attic എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വീടിന്റെ മുകളിൽ വസ്തുക്കൾ ഒക്കെ സൂക്ഷിച്ചു വെക്കാനായി ഉപയോഗിക്കുന്ന ഒരിടം. I slumped on the chair by the larder door. I sat down heavily on a chair near the food storage room. ഞാൻ ഭക്ഷണ സംഭരണ മുറിയുടെ വാതിലിന് സമീപമുള്ള കസേരയിൽ ക്ഷീണത്തോടെ ഇരുന്നു. ഇവിടെ ഭക്ഷണം സംഭരിച്ചു വെച്ചിരിക്കുന്ന മുറിയെയാണ് ലാർഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It was some time before I stammered with difficulty, "Do what you like to me. I'm not moving from here." After some time, I spoke with hesitation and said, "Do whatever you want to me. I will not leave this place." കുറെ സമയത്തിന് ശേഷം ഞാൻ തലകുനിച്ചിരുന്നുകൊണ്ട് എന്റെ മുൻപിൽ നിൽക്കുന്ന ഓഫീസറോട് പറഞ്ഞു, "നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ, ഞാൻ ഇവിടെ നിന്ന് മാറുകയില്ല." "I have no intention of doing anything to you," the officer said. The officer replied that he had no plan to harm me. ഓഫീസർ പറഞ്ഞു, "ഞാൻ നിന്നെ ഒന്നും ചെയ്യാനായി വന്നതല്ല." Then he asked me, "What do you do for a living?" The officer asked what my job or profession was. ഓഫീസർ എന്നോട് ചോദിച്ചു, "നിന്റെ തൊഴിൽ എന്താണ്?" "I am a pianist." I replied that I play the piano professionally. ഞാൻ ഒരു പിയാനിസ്റ്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. He looked at me more closely.
Then his glance fell on the door to the other room. An idea seemed to have struck him. He looked at me carefully, then saw the door to the next room and seemed to get an idea. അദ്ദേഹം എന്നെ വളരെ അടുത്തുനിന്ന് നോക്കി. അതിനുശേഷം അദ്ദേഹത്തിന്റെ കണ്ണുകൾ മറ്റൊരു മുറിയുടെ വാതിലിലേക്ക് നീണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു ഐഡിയ ഉണ്ടായതുപോലെ എനിക്ക് തോന്നി. Come with me, will you? The officer asked me politely to come with him. എന്റെ കൂടെ വാ, അദ്ദേഹം പറഞ്ഞു. We went into the next room where a piano stood by the wall. The officer pointed to the instrument. We both went to the next room where there was a piano. The officer pointed at it. ഞങ്ങൾ അടുത്ത മുറിയിലേക്ക് പോയപ്പോൾ അവിടെ ചുവരിനരികിൽ ഒരു പിയാനോ ഉണ്ടായിരുന്നു. ഓഫീസർ അതിലേക്ക് കൈ ചൂണ്ടി. Play something. He told me to play the piano. എന്തെങ്കിലും വായിക്കൂ, അദ്ദേഹം പറഞ്ഞു. I looked enquiringly at him and did not move. Enquiringly means in a questioning or curious way. അതായത് എന്തോ ചോദിക്കാനോ അറിയാനോ എന്ന രീതിയിൽ. I looked at him with a questioning expression but stayed still. ഞാൻ അവിടെ തന്നെ അനങ്ങാതെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തോട് എന്തോ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് എന്തോ അറിയാനുണ്ടെന്നുള്ള ഭാവത്തിൽ അദ്ദേഹത്തെ നോക്കി. He obviously sensed my fears since he added reassuringly, "It's all right, you can play. If anyone comes, you can hide in the larder and I will say it was me trying the instrument out." Reassuringly means in a comforting way. അതായത് ആശ്വസിപ്പിക്കുന്ന രൂപത്തിൽ. He clearly understood I was scared. So he comforted me by saying I could play the piano. And you hide in the food cupboard if anyone came. ഞാൻ വളരെയധികം ഭയപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. നീ വായിച്ചോളൂ. ആരെങ്കിലും വന്നാൽ നീ ഈ ലാഡറിൽ ഒളിച്ചോളൂ. ആരെങ്കിലും ചോദിച്ചാൽ ഇത് ഞാൻ തന്നെയാണ് വായിച്ചതെന്ന് ഞാൻ പറഞ്ഞോളാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. When I placed my fingers on the keyboard, they shook. My fingers trembled when I touched the piano keys. ഞാൻ കീബോർഡിൽ വിരലുകൾ വെച്ചപ്പോൾ എന്റെ വിരലുകൾ വിറച്ചു. I hadn't practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt. And I had not cut my nails for some weeks. Stiff എന്നാൽ not flexible എന്നാണ് അർത്ഥം. അതായത് ചലനം കുറഞ്ഞത്. I hadn't played for 2.5 years. ഞാൻ 2.5 വർഷമായി പിയാനോ വായിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ വിരലുകളുടെ ചലനം വളരെ കുറവായിരുന്നു. എന്റെ വിരലുകളൊക്കെ അഴുക്കുള്ളതായിരുന്നു. ഞാൻ ആഴ്ചകളായി നഖം വെട്ടിയിട്ടുമുണ്ടായിരുന്നില്ല. I played Chopin's Nocturne in C sharp minor. A nocturne is a soft musical composition typically played in the evening or night, often on the piano. ഞാൻ ഷോപ്പാൻ എന്ന സംഗീതജ്ഞന്റെ C sharp മൈനറിൽ ഉള്ള Nocturne വായിച്ചു. When I finished, the silence seemed gloomy and eerie. Gloomy means dark or sad. Eerie means strange and frightening. അതായത് ഭയപ്പെടുത്തുന്ന. When I stopped playing, the silence felt sad and scary. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോഴുണ്ടായ ആ നിശബ്ദത അത്യന്തം ഭീതിജനകമായിരുന്നു. I heard a shot down below outside the building. A harsh, loud German noise. Harsh means rough or unpleasant. അതായത് കർണകഠോരമായ. ഇവിടെ harsh, loud noise എന്നാൽ സുഖകരമല്ലാത്ത ഉച്ചത്തിലുള്ള ശബ്ദം എന്നാണ് അർത്ഥം. ഞാൻ കെട്ടിടത്തിന് പുറത്തു താഴെയുള്ള ഭാഗത്ത് ഒരു വെടിയൊച്ച കേട്ടു. The officer looked at me in silence. ഓഫീസർ നിശബ്ദനായി എന്നെ നോക്കി. After a while he sighed and muttered. Sigh എന്നാൽ ദീർഘനിശ്വാസം. മട്ടേഡ് എന്നാൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. All the same, you shouldn't stay here. I will take you out of the city to a village. You will be safer there. All the same means എന്തായാലും നീ ഇവിടെ തുടരരുത്. ഞാൻ നിന്നെ ഈ നഗരത്തിൽ നിന്നും ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ നീ കൂടുതൽ സുരക്ഷിതനായിരിക്കും. I shook my head. I can't leave this place, I said firmly. Only now he did seem to understand my real reason for hiding among the ruins. Firmly means with strength or confidence. അതായത് ഉറപ്പോടുകൂടി. I refused by shaking my head and said strongly that I couldn't leave. ഞാൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, എനിക്കിവിടം വിട്ടു പോകാനാവില്ല. അപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്
ഞാൻ ആ പഴയ വസ്തുക്കളൊക്കെ വച്ചിരിക്കുന്ന സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായത്. യു ആർ ജൂയിഷ്? ഹി ആസ്ക്ഡ്. ഹി ആസ്ക്ഡ് വെദർ ഐ വാസ് എ Jew. നീ ജൂതനാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. യെസ്, ഐ കൺഫേംഡ് ദാറ്റ് ഐ വാസ്. അതെ, ഞാനൊരു ജൂതനാണ്, ഞാൻ പറഞ്ഞു. യെസ്, വെൽ, ഹി murmured. In that case, I see, you really can't leave. Where are you hiding? Murmured means said softly. പതിയെ പറഞ്ഞു. അദ്ദേഹം വളരെ മൃദുവായി പറഞ്ഞു, ജൂതനാണെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയില്ല. Where are you hiding? നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? In the attic. I told him that I was hiding in the attic. ഞാൻ ആറ്റിക്കിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. He inspected the attic and discovered something I had not yet noticed. A loft made of boards directly above the entrance to the attic. Inspected means examined carefully. വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. A loft is an upper area in a house, usually open or semi-enclosed just below the roof. He checked the attic and found a hidden loft made of wooden boards, which I hadn't seen before. ആറ്റിക്കിന്റെ പ്രവേശനവാതിലിന്റെ നേരെ മുകളിലായി തടി കൊണ്ട് നിർമ്മിച്ച ചെറിയൊരു മുറി അദ്ദേഹം കണ്ടെത്തി. പക്ഷെ അത് ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. The officer said he thought I should hide in this loft. He asked if I had anything to eat. He suggested I hide in the loft and asked if I had any food. ആ ലോഫ്റ്റിൽ ഒളിക്കുന്നതായിരിക്കും സുരക്ഷിതം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതുപോലെ എനിക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. No, I said. I replied that I had no food. എന്റെ കയ്യിൽ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. Well, never mind, he added hastily. I will bring you some food. Hastily means quickly, തിടുക്കത്തെ. He quickly said not to worry and promised to bring food. അദ്ദേഹം പറഞ്ഞു, ശരി, വിഷമിക്കേണ്ട കാര്യമില്ല, ഞാൻ നിനക്കുള്ള ഭക്ഷണം കൊണ്ടുവരാം. Only now did I venture a question of my own. Are you German? Venture means to dare to do or say something. സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുക. Only now did I dare to ask him a question whether he was a German. അപ്പോഴാണ് ഞാൻ ആദ്യമായി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ചത്. നിങ്ങൾ ജർമ്മനാണോ? അദ്ദേഹം ജർമ്മനാണോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. He almost shouted his answer in agitation, as if my question had been an insult. Agitation means anger or nervousness. അതായത് ദേഷ്യം, ഉത്കണ്ഠ എന്നൊക്കെ ഇവിടെ അർത്ഥമാക്കാം. എന്റെ ചോദ്യം കേട്ട് അദ്ദേഹം അസ്വസ്ഥനായി. ഒരു ആക്രോശത്തോടെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. He replied loudly and angrily as though I insulted him. എന്റെ ചോദ്യം അദ്ദേഹത്തിന് അപമാനമായി തോന്നിയെന്ന് എനിക്ക് അനുഭവപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, Yes, I am and ashamed of it. After everything that has been happening. Ashamed means feeling guilty or shame. അതായത് കുറ്റബോധമോ നാണക്കേടോ തോന്നുക. He admitted he was German but felt ashamed because of what had been happening. എന്റെ ചോദ്യം ഞാൻ അദ്ദേഹത്തെ നിന്ദിച്ച രീതിയിൽ സംസാരിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നിയതായി എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ജർമ്മനാണ്, എങ്കിലും ഇപ്പോഴത്തെ സംഭവങ്ങളിൽ ഞാൻ ലജ്ജിക്കുന്നു. Abruptly he shook hands with me and left. Abruptly means suddenly, പെട്ടെന്ന്. He suddenly shook hands with me and went away. പിന്നീട് അദ്ദേഹം വന്ന് എന്റെ കൈ പിടിച്ചു. ഉടനെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. 3 days passed before he reappeared. After 3 days, the officer came back again. 3 ദിവസം കഴിഞ്ഞ് ആ ഓഫീസർ വീണ്ടും വന്നു. It was evening and pitch dark when I heard a whisper under my loft. Pitch dark എന്നാൽ completely dark, മുഴുവനായിട്ടും ഇരുട്ടായിട്ടുള്ള അവസ്ഥ. Whisper means a very low soft voice, മന്ത്രിക്കുന്ന തരത്തിലുള്ള ശബ്ദം. It was evening and completely dark when I heard a low voice coming from under the loft. വൈകുന്നേരമായിരുന്നു. ആ സമയത്ത് കനത്ത ഇരുട്ടായിരുന്നു. ആ സമയത്ത് എന്റെ ലോഫ്റ്റിന്റെ താഴെ മന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു ശബ്ദം കേട്ടു. Hello, are you there? The officer called out quietly, asking if I was present. ഞാൻ അവിടെ തന്നെ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. Yes, I am here, I replied. I answered him, confirming that I was there.
അതെ, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ മറുപടി നൽകി. Soon afterwards, something heavy landed beside me. After a short while, something heavy fell or was placed near me. പെട്ടെന്ന് തന്നെ ഭാരം കൂടിയ എന്തോ ഒന്ന് എന്റെ അടുത്ത് വന്ന് പതിച്ചു. Landed means fell or was placed. പതിച്ചു അല്ലെങ്കിൽ വച്ചു എന്നാണ് അർത്ഥം. Through the paper, I felt several loaves and something soft, which later turned out to be jam, wrapped in greaseproof paper. I touched the package and felt that there were many loaves of bread and something soft, which was jam covered in special paper. Loaves means whole pieces of bread. Greaseproof paper means special paper that doesn't absorb oil. അതായത് പാചകത്തിനും ബേക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന എണ്ണ കുടിക്കാത്ത പേപ്പർ. ആ പാക്കറ്റിനുള്ളിൽ ഞാൻ കൈവച്ചപ്പോൾ അതിനകത്ത് ബ്രെഡുകളും അതുപോലെ ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ പൊതിഞ്ഞത് ജാമുമാണെന്ന് എനിക്ക് മനസ്സിലായി. I quickly put the package to one side and called, "Wait a moment." I kept the package aside and asked him to wait. ഞാൻ ആ പാക്കറ്റ് വേഗത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തോട് ഒരു നിമിഷം വെയിറ്റ് ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. The voice in the dark sounded impatient. "What's it? Hurry up." എന്താണ് കാര്യം, വേഗമാവട്ടെ. ഇരുട്ടിൽ നിന്ന് വന്ന ആ ശബ്ദത്തിന് ക്ഷമയില്ലാത്തതുപോലെ എനിക്ക് തോന്നി. Impatient means unable to wait calmly. അതായത് ക്ഷമയില്ലാത്ത. The guards saw me coming here and I mustn't stay long. The officer was in a hurry. He said that the guards had seen him, so he couldn't stay long. ഗാർഡുകൾ ഞാൻ ഇവിടേക്ക് വരുന്നത് കണ്ടിരിക്കുന്നു, അതിനാൽ എനിക്കിവിടെ കൂടുതൽ സമയം നിൽക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. Just hang on a few more weeks. The war will be over by the spring at the latest. Hang on means to wait patiently or to endure a difficult situation without giving up. കാത്തിരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്നർത്ഥം. At the latest, not later than. അതായത് പരമാവധി വൈകിയാൽ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. ഇനി കുറച്ചാഴ്ചകൾ മാത്രമേ ഇവിടെ സഹിക്കേണ്ടതുള്ളൂ. വസന്തകാലത്തിന് മുൻപ് തന്നെ യുദ്ധം അവസാനിക്കും. He asked me to hold on for a few more weeks because the war would end soon. The voice fell silent. I didn't know if the officer was still there or if he had gone. Then there was silence. I didn't know if he had left. അതിനുശേഷം ശബ്ദമൊന്നും കേട്ടില്ല. നിശബ്ദതയാണ് പിന്നീട് ഉണ്ടായത്. അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടോ അതോ പോയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. But suddenly he spoke again. You must hang on. Do you hear? പെട്ടെന്ന് അദ്ദേഹം വീണ്ടും സംസാരിച്ചു. നീ പ്രതീക്ഷയോടെയും ധൈര്യത്തോടെയും കാത്തിരിക്കണം. Suddenly he spoke again and told me strongly to survive. നീ അതിജീവിക്കണം. നീ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. My dear friends, that's all for today's class. I hope the explanations were clear to you. In the Attic is a survivor testimony written by Władysław Szpilman, a real-life account of how he survived the war. Władysław Szpilman ഭീകരമായ യുദ്ധത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടു എന്നതിന്റെ യഥാർത്ഥ അനുഭവമാണിത്. ഈ ശക്തമായ സർവൈവർ ടെസ്റ്റിമണിയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ തുടരാം. We will continue the rest of this survivor testimony in the next video, part 2. Here I am winding up the class. If you like my classes, don't forget to like, comment, subscribe and share. Thank you for joining me. Have a great day.